ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെരിയമ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെപിസിസിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. നെരിയമ്പാറയിൽ നടന്ന സംഗമം കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി സ്വാതന്ത്ര്യ സമര പോരാളികളായി നിന്നിരുന്ന മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്ന് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. കോൺഗ്രസ് അല്ലാതെ ആരുമില്ല. കോൺഗ്രസ് അല്ലാതെ പാർലമെൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ വേറെ ആരും ഇല്ലാത്ത കാലമാണ്. പക്ഷെ അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതും കോൺഗ്രസ് സ്വീകരിച്ചതുമായ സമീപനം ഭൂരിപക്ഷമില്ലാത്തവൻ്റെ വികാരങ്ങളും അവൻ്റെ അഭിപ്രായങ്ങളും അവനോട് നീതി കാണിക്കാൻ കഴിയുന്ന, അവിടെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിന് പരിഗണന എന്ന് പറയുന്നത്. ഭൂരിപക്ഷത്തിന് മാത്രമാണ് ഈ നാട്ടിൽ പരിഗണനയെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. അത് സാമൂഹികമായ കാര്യമാവട്ടെ, സാമ്പത്തികമായ കാര്യമാവട്ടെ, മതപരമായ കാര്യമാവട്ടെ, ഏത് കാര്യമായിക്കൊള്ളട്ടെ, നാട്ടിലെ 1% ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരാളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാനും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ സംരക്ഷിക്കപ്പെടാനും കഴിയുന്ന ജനാധിപത്യം ഇന്ത്യയിൽ ഉണ്ടാവണം എന്നതാണ് കോൺഗ്രസ് ആഗ്രഹിച്ചതും കോൺഗ്രസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. വാർഡ് പ്രസിഡന്റ് സജിമോൾ ഷാജി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടുകിഴി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട്, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമുട്ടിൽ, നേതാക്കളായ ബീന ടോമി, മനോജ് മുരളി, ലീലാമ ബേബി, സിബി പാറപ്പായ്, ജോസ് അഗസ്റ്റിൻ, എബ്രഹാം ജോസഫ്, KU ജോസഫ് എന്നിവർ സംസാരിച്ചു.